നാം ഭാരതീയർക്കിടയിൽ എന്നല്ല ലോകത്താകമാനം ഇന്ന് ഭാരതത്തിന്റെ തനതായ വൈദ്യശാസ്ത്രമായ ആയുർവേദത്തിന്റെ സ്വീകാര്യത അനുദിനം വർദ്ധിച്ചു വരികയാണല്ലോ. ആയുർവേദ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രോഗശമനത്തിനായുള്ള ഔഷധങ്ങളെക്കാൾ ഉപരി രോഗശമനത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും അല്ലെങ്കിൽ ഓരോ ഋതുകാലങ്ങളിലും രോഗം വരാതെ സൂക്ഷിക്കുവാനും ആരോഗ്യം പൂർണ്ണതോതിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനുമായിട്ടുള്ള ഒട്ടനവധി പഥ്യാഹാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന ആയുർവേദ ആഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഒരു പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ്സുകളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ആയുർവേദ ആഹാരങ്ങൾ വിപണിയിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ലോക വിപണിയിൽ എത്തിക്കുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ 2022 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയുർവേദ ഗ്രന്ഥങ്ങൾ വിവരിക്കുന്ന ആയുർവേദ ആഹാരങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആയുർവേദ ആഹാർ റെഗുലേഷൻ 2022 പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം എന്താണ് ആയുർവേദ ആഹാരം എന്നുകൊണ്ടത് അർത്ഥമാക്കുന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആയുർവേദ ആഹാർ റെഗുലേഷന്റെ ഷെഡ്യൂൾ എയിൽ ഏകദേശം 71ഓളം ആയുർവേദ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഷെഡ്യൂൾ എയിൽ പറയുന്ന 71ഓളം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന പഥ്യാഹാരങ്ങളെയാണ് ആയുർവേദ ആഹാരം എന്ന രീതിയിൽ നിഷ്കർഷിക്കുന്നത്. ഈ 71 ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന ആഹാരത്തിന്റെ റെസിപ്പികൾ അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസുകൾ, അതിൽ പറയപ്പെടുന്ന പ്രക്രിയകൾ പ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന ആഹാരത്തെയാണ് ആയുർവേദ ആഹാരം എന്ന് പറയുന്നത്. എന്നാൽ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയപ്പെടുന്ന ആയുർവേദ ഔഷധങ്ങളുണ്ട്, അതുപോലെ പ്രൊപ്രൈറ്ററി ആയുർവേദിക് മെഡിസിൻസ് ഉണ്ട്, അതുപോലെ നാർക്കോട്ടിക്സ്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, അതുപോലെ മറ്റു ഹെർബ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1945 എന്നിവയുടെ ഷെഡ്യൂൾ E1 പറയപ്പെടുന്ന ഡ്രഗ്സുകൾ, ഇവയൊന്നും ഒരിക്കലും ആയുർവേദ ആഹാരം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ മെറ്റൽ ബേസ്ഡ് ആയുർവേദിക് ഡ്രഗ്സ്, രസൌഷധങ്ങൾ, ഭസ്മങ്ങൾ, പിഷ്ടികൾ എന്നിവയൊന്നും ആയുർവേദ ആഹാരത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ ഈ റെഗുലേഷനിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രകാരമല്ലാതെ സാധാരണയായിട്ട് നാം ഉപയോഗിച്ചു വരുന്ന സീരിയൽസ്, റൈസ്, അതുപോലെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയൊന്നും ഇത്തരത്തിൽ ആയുർവേദ ആഹാരം എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നില്ല. അതായത് ഈ പറയപ്പെടുന്ന ഷെഡ്യൂൾ എയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള 71ഓളം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന രോഗശമന കാലഘട്ടത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമായിട്ടും അതല്ലെങ്കിൽ മറ്റു രീതികളിലുമൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന പഥ്യാഹാര ക്രമങ്ങളെയാണ് പ്രധാനമായിട്ടും ആയുർവേദ ആഹാരം എന്ന് പറയുന്ന നിർവചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.